ഹായ് ഗൈസ്, ഇറ്റ്സ് മീ അഭിനന്ദ്. സോ നമ്മുടെ ഫിസിക്സ് എക്സാം വളരെ അടുത്തെത്തി കഴിഞ്ഞു. നമുക്ക് എന്താണ് ഈ എക്സാമുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് നോക്കാം. നമ്മൾ അതിൽ ഒന്നാമത് സാധനമാണ് നമ്മൾ എന്താ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. എന്താ നമ്മളെ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് ഇലക്ട്രോണിക് ചാർജ്. മകളെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം എന്താണ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലോ ആണ് മക്കളെ എന്താ ബയോട്ട്-സവാർട്ട്സ് ലോ. അതായത് ഒരു കറണ്ട് കേരിങ് കണ്ടക്ടറിലൂടെ മക്കളെ കറണ്ട് ഒഴുകുന്ന സമയത്ത് അതിന് ചുറ്റും മാഗ്നറ്റിക് ഉണ്ടാവുന്നുണ്ട്. ആ ഉണ്ടാവുന്ന മാഗ്നറ്റിക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലോ ആണ് ആര് മക്കളെ ബയോട്ട്-സവാർട്ട്സ് ലോ. അതിന്റെ ഇക്വേഷൻ മക്കൾ പഠിക്കുക. dB is equal to mu0 by 4 pi ideal sin theta by r square. ആ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മളെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ആ ലെൻസ് മേക്കേഴ്സ് ഫോർമുലേന്റെ ആ ഡെറിവേഷൻ മക്കള് നിർബന്ധമായിട്ടും എന്താണ് ഫോക്കസ് ചെയ്യണം. അതേപോലെ തന്നെ മക്കളെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഹൈജൻസ് പ്രിൻസിപ്പിൾ. ആ ഹൈജൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് പ്രൂഫ് ഉണ്ട്. നമുക്ക് റിഫ്രാക്ഷനും റിഫ്ലക്ഷനും നമുക്ക് എന്താ ഹൈജൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് തെളിയിക്കണം. അതും മക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മളെ പ്രധാനപ്പെട്ട ലോസ്, കുളുംസ് ലോ അറിയാം എല്ലാവർക്കും. കുളുംസ് ലോ എന്താ അറിയാലോ മക്കളെ. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. F is equal to 1/4 pi epsilon 0 Q1 Q2 divided by r square. ആ ഇക്വേഷൻ പഠിക്കുക. ആ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രോബ്ലംസും മക്കൾ ചെയ്ത് നോക്കുക. മക്കളെ ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ലോ ആണ് മക്കളെ ആംപിയർ സർക്യൂട്ടൽ ലോ. എന്താ നമ്മളെ ആംപിയർ സർക്യൂട്ടൽ ലോ? അത് ഓർത്ത് വെക്കാൻ മക്കൾ എന്താ ആ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. ഏതാ ഇക്വേഷൻ പറ? ഇന്റഗ്രൽ B dot dl is equal to mu0 I. ആ ഇക്വേഷൻ നോക്കിയിട്ട് നമുക്ക് അതിന്റെ എന്ത് പറയാം മക്കളെ? എന്താ സ്റ്റേറ്റ്മെന്റ് പറയാം. എന്താ നമ്മളെ സ്റ്റേറ്റ്മെന്റ് പറ? Line integral of magnetic field over a closed loop is equal to mu0 times the total current flowing through the circuit. അത് വളരെ പ്രധാനപ്പെട്ട ലോ ആണ്. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് ഡെറിവേഷൻസും മക്കള് നിർബന്ധമായിട്ടും നോക്കണം. അതിനുശേഷം നമ്മളിനി പഠിക്കണം. നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മോഷണൽ EMF എന്ന് പറഞ്ഞ ഡെറിവേഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. മോഷണൽ EMF നമുക്ക് എന്താ അറിയാം അല്ലേ? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു കണ്ടക്ടറിനെ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് ആ മൂവ്മെന്റ് കാരണം, ആ കണ്ടക്ടറുടെ മോഷൻ കാരണം മക്കളെ അവിടെ ഒരു EMF ഉണ്ടാവുന്നുണ്ട്. അയാളെ നമുക്ക് എന്ത് വിളിക്കാം മക്കളെ? എന്ത് വിളിക്കണം? മോഷണൽ EMF എന്ന് വിളിക്കാം മക്കളെ. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാസ് ഡിഫക്റ്റ്. നമ്മളെല്ലാരും പഠിച്ചു വെച്ചോളി. മാസ് ഡിഫക്റ്റ് എന്താ നമ്മളെ? മാസ് ഡിഫക്റ്റ് അതിന്റെ ഇക്വേഷൻ മക്കളെ പഠിക്കുക. എന്താ നമ്മളെ മാസ് ഡിഫക്റ്റ് പറഞ്ഞാല് ഡെൽറ്റ M is equal to ZMP plus A minus ZMN minus ക്യാപിറ്റൽ M. ക്ലിയർ അല്ലേ? അത് ന്യൂക്ലിയോൺസിന്റെ മാസിൽ നിന്നും ആരെ മാസ് കുറയ്ക്കണം? ന്യൂക്ലിയസിന്റെ മാസ് കുറയ്ക്കണം. ആ ഡിഫറൻസ് ഇൻ മാസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്താ മാസ് ഡിഫക്റ്റ്. ക്ലിയർ അല്ലേ മക്കളെ? അതേപോലെ തന്നെ നമ്മളെ എന്താണ് ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ പഠിക്കണം. എന്താ നമ്മളെ ഐൻസ്റ്റീന്റെ മാസ് എനർജി റിലേഷൻ? ഈസ് ഈക്വൽ ടു mc². നമ്മളെ അത് വെച്ചുള്ള പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്. ആ ചോദ്യം എങ്ങനെ ഉണ്ടാവും മക്കളെ? പറ കാൽക്കുലേറ്റ് ദ എനർജി ഈക്വലന്റ് ടു 1 gram സബ്സ്റ്റൻസ്. ആ ചോദ്യം മക്കള് നിർബന്ധമായി ആ മോഡൽ പ്രോബ്ലം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം മക്കളെ. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെ RMI LXG ആ ഒരു കോഡ് എല്ലാവരും ഓർത്ത് നോക്കി. R പറയുമ്പോൾ റേഡിയോ വേവ്സ്, M പറയുമ്പോൾ മൈക്രോവേവ്, I പറയുമ്പോൾ ഇൻഫ്രാറെഡ്. ആ കോഡ് ആലോചിച്ച് വെക്കുക. ഓരോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെയും യൂസസ് പഠിക്കുക. അത് നിർബന്ധമായിട്ടും മക്കൾ എന്താ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ മക്കളെ AC എന്ന് പറഞ്ഞ ചാപ്റ്റർ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. അതിലെ ആ ചാപ്റ്ററിന്റെ ആത്മാവ് അല്ലെങ്കിൽ ആ ചാപ്റ്റർ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു പോകേണ്ട ഒരു പ്രധാനപ്പെട്ട ഡെറിവേഷൻ ആണ് മക്കളെ എന്താ ഇംപീഡൻസ്. നമുക്കറിയാം ഇംപീഡൻസിന്റെ ഇക്വേഷൻ അല്ലേ? Z is equal to root of R square plus XC minus XL whole square. മക്കളെ ആ ഡെറിവേഷന്റെ പ്രൂഫ് മക്കളെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഒരു കാരണവശാലും മിസ്സായി പോകരുത് മക്കളെ. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ നമ്മളെ മറ്റൊരു പ്രധാനപ്പെട്ട ഡെറിവേഷൻ ആണ് നമ്മളെ സാറ് നേരത്തെ പറഞ്ഞു. എന്ത് പറഞ്ഞ? ബയോട്ട്-സവാർട്ട്സ് ലോ പറഞ്ഞു. ആ ബയോട്ട്-സവാർട്ട്സ് ലോന്റെ ഇക്വേഷൻ പറഞ്ഞു. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഒരു സർക്കുലാർ കറണ്ട് കേരിങ് കോയിൽ, അതിന്റെ ഒരു ആക്സിസിന്റെ മുകളിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കാനുള്ള പ്രൂഫ് മക്കളെ നിർബന്ധമായിട്ട്
മക്കൾ പഠിക്കണം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ഉണ്ട് മക്കളെ, എന്താ ഇലക്ട്രിക് ഡൈപോൾ. അറിയാം, ഇലക്ട്രിക് ഡൈപോൾ നമുക്കറിയാലോ, രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അയാളെ നമുക്ക് എന്ത് വിളിക്കാം? ഇലക്ട്രിക് ഡൈപോൾ. മക്കളെ അവിടെ രണ്ട് പ്രധാനപ്പെട്ട ഡെറിവേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണത്? ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ പോയിന്റിലും ഇക്വറ്റോറിയൽ പോയിന്റിലുമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഒരു സിമ്പിൾ ആയുള്ള രണ്ട് ഡെറിവേഷൻ ഉണ്ട്. ആ രണ്ട് ഡെറിവേഷൻ മക്കൾ പഠിക്കണം. ഓക്കെ, ആ ആക്സിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻ എന്നതാ ഈസ് ഈക്വൽ ടു 2p ഡിവൈഡഡ് ബൈ 4πε0 r ക്യൂബ്. എടാ ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? ഈസ് ഈക്വൽ ടു p ഡിവൈഡ് ബൈ 4πε0 r ക്യൂബ്. മക്കളെ അപ്പോൾ എല്ലാവിധ ഇമ്പോർട്ടന്റ് കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യണം. ഈ ടോപ്പിക് ഒന്നും ഒരു കാരണവശാലും നിങ്ങൾ എന്താ മിസ്സാക്കാൻ പാടില്ല. ഓക്കെ അല്ലേ മക്കളെ? അതേപോലെ തന്നെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം മക്കളെ പറ ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും. അത് നിർബന്ധമായിട്ടും പഠിക്കുക. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമുക്കറിയാം. എന്താ നമ്മളെ പ്രോസസ്സ് പറ? AC കറണ്ടിനെ DC കറണ്ട് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഉപകരണമാണ് ആര് മക്കളെ പറ? റെക്ടിഫയർ. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്താ വിളിക്കുക? റെക്ടിഫിക്കേഷൻ. അതിനുശേഷം വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആ ചാപ്റ്ററിലെ ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും മക്കളെ ആ ടോപ്പിക് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. മക്കളെ പിന്നെ ആറ്റംസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ആറ്റംസ് പറഞ്ഞ ചാപ്റ്ററിലെ ഇമ്പാക്ട് പാരാമീറ്റർ. അടാ ഇമ്പാക്ട് പാരാമീറ്റർ മക്കളെ നിർബന്ധമായിട്ടും പഠിക്കുക. എടാ ആൽഫ പാർട്ടിക്കിളുടെ ട്രജക്ടറി തീരുമാനിക്കുന്ന ആരടാ? ഇമ്പാക്ട് പാരാമീറ്റർ ആണ്. എന്താ മക്കളെ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ? ആൽഫ പാർട്ടിക്കിളുടെ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടറിന്റെയും അതേപോലെ തന്നെ നമ്മളെ ഈ ന്യൂക്ലിയസിന്റെ സെന്ററിന്റെയും ഇടയിലുള്ള ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്താ വിളിക്കുക? ഇമ്പാക്ട് പാരാമീറ്റർ. മക്കളെ ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ മക്കളെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, സിമ്പിൾ മൈക്രോസ്കോപ്പ്, റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ്, ഈ കാര്യങ്ങൾ അതിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ മക്കൾ നിർബന്ധമായിട്ടും നോക്കി പോകണം. അതേപോലെ തന്നെ മക്കളെ അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ആ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താ എന്ന് പഠിക്കുന്നതിന്റെ മുന്നേ അതിന്റെ രണ്ട് കണ്ടീഷൻസ് മക്കൾ ആദ്യം പഠിക്കണം. അതാണ് എക്സാമിന് ഏറ്റവും കൂടുതൽ സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ. മക്കളെ ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് എന്താണ് അടിപൊളിയായിട്ട് ഫോക്കസ് ചെയ്യുക. നിങ്ങളെ ബോർഡ് എക്സാം അടിപൊളിയായിട്ട് എഴുതിയ എല്ലാവരും എന്താണ് അടിപൊളിയായിട്ട് എക്സാം എഴുതിയ. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.